എല്ലാവിധ പരിമിതികളും കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയിൽ വരുമ്പോഴും ആ പരിമിതിയോടുകൂടി ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവം എന്റെ രക്ഷയ്ക്ക് വേണ്ടി തുറന്ന ജീവിതം ഉണ്ടായിരുന്നു. പലവിധ പരിമിതികളും ഭർത്താവിനോട് ചെവിയിൽ പറയാൻ പറ്റും. ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തുറന്നു. ആ വിശ്വാസം താത്വികമായി നിങ്ങൾ അറിയുകയും ഇങ്ങനെ വിശ്വസിക്കണം എന്ന് ആദ്യം ചിന്തിക്കും. പിന്നെ പദ്ധതി ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വിശ്വാസ രൂപത്തിലല്ല ഈ ജീവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാവരും ഇങ്ങനെ വിശ്വാസ രൂപത്തില ഭർത്താവിന്റെ പരിമിതികളുടെ ഓർത്തോ കാര്യമാണ്. അവരുടെ പരിമിതികളുടെ ഭർത്താവ് ഉൾക്കൊള്ളാനാവാത്ത അകലം പാലിക്കുന്ന അവളിങ്ങനെ നോക്കുന്ന സ്വഭാവ പ്രശ്നങ്ങളല്ല. ഇതെല്ലാം ഓർത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഈ ബന്ധത്തോടുകൂടി ഞാൻ എന്റെ ജീവിതം ഉണ്ടാകുകയും എനിക്ക് രക്ഷയ്ക്കാണ് ദൈവം തന്നയാൾ എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ബോധ്യം വളരെ സ്വീകരിക്കുക. അപ്പൊ എങ്ങനെ കൂടെ കൂട്ടി രക്ഷപ്പെടാം, എങ്ങനെ ഉറച്ചു കൂടി ചേർത്ത് നിർത്തി രക്ഷപ്പെടാം എന്ന് ആലോചിക്കേണ്ട രാത്രിയാണ്. ജീവിത പങ്കാളിയെ എങ്ങനെ പഴുതുകൾ കണ്ടെത്തി അകലത്തിൽ നിർത്തി ആശ്വസിക്കാമെന്നല്ല, എങ്ങനെ കുറവുകൾ കണ്ടെത്തി അകലം പാലിക്കാമെന്നല്ല, എങ്ങനെ കുറച്ചുകൂടി ചേർത്ത് നിർത്തി എന്റെ രക്ഷ ഉറപ്പാക്കാം. എങ്ങനെ ജീവിത പങ്കാളിയെ കുറച്ചുകൂടി ചേർത്ത് നിർത്തി എന്റെ രക്ഷ ഉറപ്പാക്കാം എന്നാണ് ഓരോ ഭാര്യ ഭർത്താവും ഈ രാവിലെ ആലോചിക്കേണ്ടത്. ദൈവത്തിന് അറിവുകളുണ്ട്. പക്ഷേ എന്റെ ഭാര്യ ഇവരുടെ കൂടെ അച്ഛനായി ജീവിക്കും. നടക്കാത്ത കേസ് എന്നായിരിക്കും ചില ഈ അച്ഛൻ പറയുന്നത് അതായത് ഈ അച്ഛന്റെയും ഭാര്യയും കടന്ന കാര്യത്തിലുള്ള ഇതിന്റെ അപ്പുറമാണ് അങ്ങനെയില്ല. അപ്പോ ഈ അച്ഛൻ പറയുന്ന പോലെയാണെങ്കിൽ ശരിയാണ്. ഉദാഹരണം ഈ പറയുന്ന പോലൊക്കെ നമുക്ക് വിശ്വസിക്കാം, സമ്മതിക്കാം. പക്ഷേ വേറെ ആരെങ്കിലും കാര്യത്തിലും ഇയാളുടെ സ്വഭാവം അറിയാൻ പിന്നെ അച്ഛനോട് ആവശ്യപ്പെട്ടില്ല, ഈ സ്ത്രീയുടെ സ്വഭാവം അറിയാൻ പിന്നെ അച്ഛനോട് ആവശ്യപ്പെട്ടില്ല. എന്ത് ചെയ്യുന്നതാണ്? അതായത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് ധാരണയിൽ പോകാം. ഈ ഇയാളോട് ചല്ലി പറയുന്നത് നമുക്ക് ചെല്ലാം. അവസാനിപ്പിച്ചുകൊണ്ട് ഈശ്വരൻ പറയുന്നു, ക്രമ ലഭിക്കുന്നവർക്കല്ലാതെ ഈ പ്രബോധനം മനസ്സിലാവില്ല. പിരിഞ്ഞ വചനം വിവാഹത്തെ സംബന്ധിച്ച ബോധനം ക്രമ ലഭിച്ചവർക്ക് മനസ്സിലാവും. അഥവാ ക്രമ ലഭിച്ചവർക്ക് അത് മനസ്സിലാക്കിയേ പറ്റും. ആരാണ് ക്രമ ലഭിച്ചവർ? അപ്പോൾ ക്രമ എന്ന് പറയുന്നത് കൃപ പ്രസാദപരം ദൈവത്തിൽ നിന്ന് മാത്രം വരുന്നത്. അതെങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് വരുന്നത്? കൂദാശകളിലൂടെ. കൂദാശയുടെ നിർവചനം അദൃശ്യമായ പ്രസാദതരത്തിന്റെ കൃപയുടെ ദൃശ്യമായ അടയാളം. അപ്പോ മനുഷ്യന് കൃപ ലഭിക്കാനുള്ള മാർഗം കൂദാശയാണ്. വിവാഹത്തിൽ കൃപ ലഭിക്കണമെങ്കിൽ വിവാഹം കൂദാശയായി സംഭവിക്കണം. വിവാഹം കൂദാശയായി സംഭവിച്ചവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്നർത്ഥം. വിവാഹം കൂദാശയായി സംഭവിച്ചവർക്ക് കൃപ ലഭിച്ചു കഴിയും. വിവാഹ മുഹൂർത്തത്തിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് കിട്ടിയ കൃപ എന്താണെന്നോ? ജീവിതാന്ത്യം വരെ ഒരുമയോടെ പോകാനുള്ള. കത്തോലിക്ക സഭകളായ ഭാര്യ ഭർത്താക്കന്മാരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂദാശയിലൂടെ വിവാഹിതരാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിവാഹ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ലഭിച്ച കൃപ എന്നാൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ഒരുമയോടെ പോകാനുള്ള കൃപയാണ്. അത് ലഭിച്ചു എന്ന് വിശ്വസിച്ച് വേണം മുന്നോട്ട് പോകാൻ. ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ ഒരുമയോടെയോ അഭിപ്രായ വ്യത്യാസമില്ലാതെ കൈകോർത്ത് മനസ്സോടെ പോകാനുള്ള കൃപ ലഭിച്ചവരാണ് നിങ്ങൾ. എങ്കിൽ ഈ കൃപയ്ക്ക് എന്ത് പറ്റി? അങ്ങനെയല്ലല്ലോ.
ഒരുമയോടെ ഒരു മനസ്സോടെ പോകാൻ പലപ്പോഴും നാം സാധിക്കുകയുള്ളൂ. പല ഘട്ടങ്ങളിലും വേർതിരിഞ്ഞു പോയാൽ മതിയായിരുന്നുവെന്ന് മനസ്സിന്റെ കോണിലെങ്കിലും പറയാതെ ആലോചിക്കാത്ത ആരാണെന്നോ ഭദ്രമായ ഘട്ടങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ പാളിൽ പോയ ധാരാളം മുഹൂർത്തങ്ങളുണ്ടല്ലോ. അപ്പോൾ അവസാന മുഹൂർത്തം വരെ ഒരുമയോടെ പോകാതെ അവർ ലഭിച്ചിട്ട് എന്തുകൊണ്ടാണ് അനുഭവിക്കാൻ കഴിയാത്തത്? അതാണ് പരിശോധിക്കേണ്ടത്. അപ്പോ ലഭിച്ച കൃപ എന്തുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല? അത് അനുഭവിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? ഇനി ചെയ്യാതെ പോയതിൽ ഞാൻ എന്താണ് പരിഹാരം ചെയ്യാൻ കഴിയുന്നത്? ആ വഴിക്ക് വേണ്ടി കഴിയുക. ജീവിതത്തിന്റെ അവസാന മുഹൂർത്തം വരെ ഒരുമയോടെ പോകാൻ കൃപ ലഭിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? ആ കൃപ നിലനിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? അതൊക്കെ അപ്പൊ നമ്മളെ ഒരു ചോദ്യം ഇതാണ് കൃപ നിലനിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? ജീവിതാവസാനത്തിൽ ഒരുമിച്ച് പോകാൻ കിട്ടിയ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ആ ചോദ്യത്തിന് മറുപടി പോയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ വിവാഹിതർ ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നു, കൃപ നിലനിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് മറുപടി കൃപ നിലനിർത്താൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം വിശ്വസിക്കുക. മറുപടി തരണം. കൃപ നിലനിർത്താൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം വിശ്വസിക്കുക എന്നാണ്. ഞാൻ ചോദിക്കാമോ? കൃപ നിലനിർത്താനുള്ള ഒന്നാമത്തെ കാര്യം എന്താണ്? വിശ്വസിക്കുക. വിശ്വസിക്കുക എന്നാൽ പെട്ടെന്ന് പൊതു തത്വം പോലെ കണ്ടിരിക്കരുത്. വിവാഹ സന്ദർഭത്തിൽ ഉദാഹരണ ലഭിച്ച കൃപ നിലനിർത്താൻ വേണ്ടത് വിശ്വസിക്കുക എന്നാണ് എന്ന് കേൾക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം എന്ന അർത്ഥം വേണ്ടത് ദൈവത്തിന്റെ വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസം നമുക്ക് മാത്രമല്ല, ദൈവത്തിലുള്ള വിശ്വാസമോ യേശു ദൈവമാണെന്ന വിശ്വാസമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. വിവാഹത്തിൽ വിശ്വസിക്കുക, വിവാഹം എന്ന സംരംഭത്തിൽ വിശ്വസിക്കുക. അതിൽ വിശ്വാസം പോയ ഘട്ടങ്ങളുണ്ടാകും. അത് നമ്മൾ സഹായിച്ച് ഉൾപ്പെടുത്തി കിട്ടാൻ പോകുന്ന കാര്യം. വിവാഹത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതാണ്. ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ കാര്യം പറയാൻ പോകുന്നത് കൃപകളുടെ ഒന്നാമത്തെ കാര്യം വിശ്വസിക്കുക. അതൊരു പ്രസ്താവന രൂപത്തിൽ പറയാം. എന്താണ് വിശ്വസിക്കുന്നത്? ഒരു കാര്യം ഉണ്ടാവുന്നു. എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ചതാണ് എന്റെ ജീവിതമായി. ഈ വിശ്വാസമാണ് ഇതാണ് പലപ്പോഴും ഇല്ലാതെ പോകുന്നത്. അപ്പോൾ വിവാഹത്തിലെ നിങ്ങൾക്ക് വേണ്ട വിശ്വാസം എന്താണ്? ദൈവകരങ്ങളിൽ നിന്ന് ഞാൻ എന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വീകരിച്ചതാണ് എന്റെ ജീവിത പങ്കാളി. ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? അതാണ് പരിഹാരം. വെറുതെ അപ്പന്മാർ പോയത് ആവാസമായി പരിശോധിക്കും. ഓരോ മുക്കും പോലും പരിശോധിക്കാൻ പോകുക. അതായത് എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ദൈവകൃപകളിൽ നിന്ന് എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതാണ് എന്റെ ജീവിത പങ്കാളി. ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അത് എപ്പോഴെങ്കിലും ഇതാവശ്യമായല്ലോ എന്ന ബോധം നമ്മൾ ധരിക്കുന്നുണ്ടോ? പെട്ടെന്ന് നമുക്ക് തത്വങ്ങൾ പറയാനെങ്കിലും അങ്ങനെ സാധാരണ എല്ലാം ഭദ്രമാണെന്നിരിക്കട്ടെ. ഒരു യുവതി എന്ന നിലയിൽ ഒരു വിവാഹത്തിലുള്ള സങ്കല്പം, ഒരു പുരുഷൻ ഭർത്താവിനെതിരെയായിരിക്കണമെന്ന സങ്കല്പം, ആ സങ്കല്പങ്ങൾ എല്ലാം സാധ്യമാകുന്ന ഒരു ഭർത്താവാണ് കൂടെയുള്ളതെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയേക്കാം. എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ പുരുഷനെ ദൈവം എനിക്ക് തന്നു. എത്ര കാര്യങ്ങളുള്ളത്! എല്ലാത്തിനും ഒരു യുവതിയുടെ വിവാഹ സങ്കല്പത്തിന് പുരുഷ സങ്കല്പത്തിന് ഇണങ്ങിയ എല്ലാ സദ്ഗുണങ്ങളും ഒരു ഭർത്താവ് പ്രാർത്ഥിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. അവരുടെ നല്ല സമ്പാദ്യം, ജോലി വീട്ടിലെല്ലാം സഹായിക്കുന്നു, സ്ത്രീയുടെ ജോലികൾ എല്ലാം സഹായിക്കുന്നു. അങ്ങനെ ഒരു സ്ത്രീയുടെ സകല സങ്കല്പങ്ങളും സാധിച്ചു കൊടുക്കുന്ന വിധത്തിലൊരു പുരുഷൻ സമ്മതിക്കാം. ദൈവം രക്ഷിക്കാൻ തന്നതാണ്. തിരിച്ചു ഒരു പുരുഷൻ
ഒരു ഭാര്യയായിരുന്നാണ് അവരുടെ സങ്കല്പം. എല്ലാ വിധത്തിലും അല്ലെങ്കിൽ വിധേയപ്പെട്ട് തന്റെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന, എതിർപ്രസക്തിയിൽ ആളുകൾ നോക്കുന്ന, ഞാൻ പറയുന്നു എല്ലാ ഇങ്ങനെ ഒരു പുരുഷന്റെ സകല വിവാഹ സങ്കല്പങ്ങളും പൂർത്തിയാക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ ഭർത്താവിന് പറയാൻ കഴിയും, എന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നമ്മൾ പറയാൻ കഴിയും. പക്ഷേ യാഥാർത്ഥ്യം മാറിച്ചാണെങ്കിലോ അവിടെയാണ് നമ്മൾ യാഥാർത്ഥ്യം മാറിച്ചാണ് അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. പക്ഷേ കഴിയില്ല. അതായത് പല വഴികളും കൊള്ളാത്തതിനെ ചിന്തിച്ചു പോകേണ്ട സ്വന്തം താല്പര്യം അഭിനയിക്കുന്ന ചോദ്യമില്ല, അഭിപ്രായങ്ങളില്ല. എന്റെ കാര്യത്തിൽ മതിപ്പില്ല, വിശ്വസനയില്ലാതെ പെൺകുട്ടിയാണെങ്കിൽ തോന്നുന്നു അതൊക്കെ മനസ്സിലാവില്ല. സംശയമില്ല. രക്ഷയ്ക്ക് വേണ്ടി സങ്കല്പിക്കുന്ന സമാധാനം ഇവിടെ മൂലം പലരും പ്രതിസന്ധിയാണ്. സ്വസ്ഥമായി പല വിധത്തിലും ഒറ്റയ്ക്ക് നരഞ്ഞു പോകുമ്പോൾ ഈ മനുഷ്യരുടെ ജീവിതം വാഴാനോ എന്ന് ചിന്തിച്ച എത്രയോ ദോഷങ്ങൾ ജീവിതത്തിൽ കഴിയുന്നു. അത്ര പറയുള്ളൂ, ഉത്തരവാദിത്തമില്ല, ചെലവാളുടെ കാര്യത്തിൽ തീരുമാനമില്ല, പല വിധത്തിലും സ്വസ്ഥതകൾ ഒരു ജീവിത പങ്കാളി ഗുണം കൂടിയതുകൊണ്ട് ഉണ്ടായിരുന്ന സ്വന്തം നഷ്ടപ്പെട്ടതിന്റെ ഖേദമായി കഴിയുമ്പോഴൊക്കെ സാധുതയ്ക്ക്. അപ്പോൾ എല്ലാം അനുകൂല കാലഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ കഴിയുന്നു. ഒരു മധ്യതരമായ ഭർത്താവിനെ കയ്യിലുള്ള ഒരു പെൺകുട്ടിക്ക് എന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നയാളോട് ഒരു അവിശ്വസതയായ പെൺകുട്ടി, ഏതാണ്ട് രഹസ്യബന്ധങ്ങളുടെ ഒരു പെൺകുട്ടിയാണ് കാര്യമായിട്ടുള്ള ഒരു ഭർത്താവിനോട് ദൈവത്തെ രക്ഷിക്കണമെന്ന് പറയാൻ കഴിയുമോ? പക്ഷേ അങ്ങനെ ഒരു അവിശ്വസ്തയായ ഭാര്യയുടെ ഭർത്താവിന് ദൈവം എന്നെ രക്ഷിക്കണമെന്ന് പറയാൻ കഴിയുന്ന അവിശ്വാസം ഒരു ഭർത്താവിനെ കണ്ടത് ഓർത്ത് എന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെന്ന് പറയാൻ കഴിയുമോ? കഴിയുമെങ്കിൽ വിശ്വാസമുണ്ട്, ഇല്ലെങ്കിൽ അപ്പോൾ ക്രമ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പഴുതാണ്. ജീവിതാന്തരത്തിൽ വിവാഹത്തിൽ സാക്ഷ്യം രൂപപ്പെട്ട യാഥാർത്ഥ്യ ജീവിതത്തിൽ പെടാറുള്ളതാണ്. അതായത് ഇവരുടെ രക്ഷപ്പെടുകയാണെന്ന ഒരു ബോധം ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ കയറുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടു വിവാഹത്തിൽ പോകാൻ കാരണമായി. ഇതിന് അടിസ്ഥാനമാണ് ഈ പെൺകുട്ടിയെ എനിക്ക് വിവാഹത്തിൽ സംശയമില്ല. ഇവൾ കൂടിയാണ് പ്രശ്നമാണ്, അല്ലെങ്കിൽ സ്വന്തം വിവാഹത്തിൽ ഈ സ്വന്തം ഭർത്താവിനെ ഓർത്ത് ഭാര്യയെ ഓർത്ത് എന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നതെന്ന് പറയാൻ കഴിയാതെ പോകുന്ന യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്ന ദാമ്പത്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട ദാമ്പത്യമാണ് ഇതെല്ലാം ദാമ്പത്യത്തിൽ. അപ്പോൾ നമ്മൾ പരിഹാരത്തെ ചിന്തിക്കാൻ പോകുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളോട് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും. പരിശുദ്ധാത്മാ സഹായത്തായി ധ്യാനത്തിന്റെ ഇടയിലെത്താൻ നമുക്ക് പുതിയ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാൻ പോകും. ശരിയാണ്, പലപ്പോഴും പക്ഷേ ക്രമം ജീവിതത്തിലുള്ള വിശ്വാസത്തിലുണ്ടല്ലോ ഈ നമുക്ക് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിരുന്ന് എന്റെ മനസ്സിനെ പറഞ്ഞ് ധരിപ്പിക്കാൻ പറ്റാത്ത സ്വഭാവമുള്ള ജീവിതം കാണില്ലേ. അങ്ങനെയാണെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ നമുക്ക് വേണ്ടതെന്താണ് മനോഭാവം. അതാണ് ചിന്തിക്കാൻ. ദൈവത്തിലുള്ള വിശ്വാസമല്ല നമ്മൾ പറയുന്നത്, വിവാഹത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ നമ്മൾ പ്രാർത്ഥന അല്ല ഉദ്ദേശിക്കുന്നത്. ജപമായോ അയോ അല്ലെങ്കിൽ പ്രാർത്ഥനകളെ കുറിച്ചല്ല പറയുന്നത്. വിവാഹത്തിലുണ്ടായിരിക്കേണ്ട പ്രാർത്ഥന, അതായത് പ്രാർത്ഥന ദൈവ സാന്നിധ്യം അനുസരിക്കുന്ന ഘട്ടമാണ്. വിവാഹത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഘട്ടങ്ങളുണ്ടാകണം.
വിവാഹം എന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സംഘടന മാത്രമല്ല. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്നതാണ് വിവാഹത്തിന്. ഈ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് വിവാഹം. സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് അത് വിവാഹമാകുന്നത്. ഉദാശയാണ്. അതായത് വിവാഹം എന്നാൽ സ്ത്രീയും പുരുഷനും തമ്മിലല്ല. സ്ത്രീ ദൈവത്തോട് ചേരുന്നു, പുരുഷൻ ദൈവത്തോട് ചേരുന്നു, ഇരുവരും ദൈവത്തിൽ ഒന്നാകും. ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒരു ശരീരമാണെന്നാണ് വെളിപ്പെടുത്തൽ നമുക്ക് സംബന്ധിച്ചത്. അപ്പോൾ സ്ത്രീയും പുരുഷനും ഒന്നായി മാറണമെങ്കിൽ ആദ്യം സ്ത്രീ ദൈവത്തോട് ചേരണം, പുരുഷൻ ദൈവത്തോട് ചേരണം, ദൈവത്തോട് ചേർന്ന പുരുഷൻ, ദൈവത്തോട് ചേർന്ന സ്ത്രീ, അവർ ഒരുമിച്ചാൽ ഒരു ജീവൻ രണ്ടുപേരും. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം പോകുന്നതാണ് വിഭജനം. വേറെ ചിന്തകൾ. അതുകൊണ്ട് വിവാഹത്തിൽ പ്രാർത്ഥന അതെങ്ങനെയാ പറയാം. തോന്നിന്റെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ടായിരുന്നു. കണ്ടോ? തോന്നിന്റെ പുസ്തകം ഇപ്പൊ വളരെ സംശയമില്ല. വിവാഹം കഴിയുമ്പോൾ കൂടി റെഡിയാകുന്ന രാത്രി വിവാഹം കഴിഞ്ഞ് വരുന്നവർ ഭാര്യ മകളും ഇടക്കളയിൽ കഴിഞ്ഞപ്പോൾ നാട്ടിലുള്ള പൊതുവെ സംസാരമായി സംസാരമായി. ഇപ്പോൾ ആ ഭീതിയായി ഈ വിവാഹം കഴിച്ചാൽ ഭർത്താവിനെ കൊല്ലും എന്ന വിചാരം നാട്ടിൽ പറയാം. ഇപ്പോൾ സാധാരണ തെരുവിലേക്ക് ഇറങ്ങിയാൽ വൈകിട്ടിരിക്കുന്ന വീട്ടിലിരിക്കും. എന്നാൽ കല്യാണം ഭർത്താവ് കഴിച്ചു അങ്ങനെ അങ്ങനെ ദൈവത്തിന്റെ ദർശനം ഉണ്ടാകും. നിരവധി പേർക്ക് നടത്തിയിട്ടുണ്ടോ, യാത്ര ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഈ തോന്നിയാസം യാത്ര തിരിച്ച് യാത്ര ലഭിച്ചു വിവാഹാലോചനയുണ്ട്. ഇവരൊന്നും അറിയില്ല. അപ്പൊ പണ്ട് ആലോചിച്ചു ഈ അതെ അനാദിയിൽ നിരക്കാതെ ദൈവത്തിന്റെ വെളിച്ചം. ആ ദൈവത്തിന്റെ വെളിച്ചത്താൽ ഒരുപാട്. അപ്പോൾ ആരാധനയിൽ വിശാലമായ പത്രവാർത്തകളിലൂടെ തോന്നിയ സാധാരണ രാത്രി വിവാഹരാത്രി അതുപോലെ ഇവരെ പറയുന്നു തോന്നിയാസ് ഈ സഹായം നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ജഡികാരമായ ധർമ്മമാണ് അറിയാമല്ലോ. ജീവിതത്തിന്റെ അവസാനത്തെ അങ്ങനെ വിവാഹമാകുമ്പോൾ നേരെ ഈ തോന്നിയാസ സഹായത്തിൽ കേവലം ഒരു മുഹൂർത്തത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി കരകയറ്റാൻ കഴിയുകയും അറിയുക. ഭാര്യാഭർത്താക്കന്മാരെ, നിങ്ങളുടെ എന്തെങ്കിലും തർക്കമോ അകലമോ അകല ചിന്തകളുണ്ടെങ്കിൽ പ്രാർത്ഥന തോന്നുമ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് ലക്ഷണമാണ്. ഇടത്തുകളിൽ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൽ നിങ്ങളെ ഒരുമിച്ച് ദൈവത്തെ തോന്നണം. അതിനോട് നല്ലതാണ് ലഭിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം എപ്പോഴും കാണും. നമ്മൾ അകൽപ്പാലികളല്ലോ ഒരുമിച്ച് കിട്ടിയത് പിന്നെ രണ്ടുതോളിൽ. അതുകൊണ്ടല്ല വിവാഹ മുഹൂർത്തത്തിൽ നമുക്ക് ലഭിച്ച ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അത് ഇടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് സംസാരിക്കണം. വിശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ക്രമണിയോട് ഒന്നിച്ചാണ് നമ്മൾ കൂതാശ ഒന്നിച്ചാണ് നമ്മൾ ഇരിക്കുന്നതല്ല എന്ന് ഓർമ്മിപ്പിച്ചിട്ടുള്ള അപ്പോൾ വിവാഹം മുന്നോട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോകണമെങ്കിൽ ഭാര്യഭർത്താക്കളുടെ വിവാഹം നമ്മളെ ഒരുമിപ്പിച്ചത് നമ്മളല്ല, നമ്മുടെ കുടുംബങ്ങളല്ല, എന്തെങ്കിലും മാറ്റമില്ല, ദൈവം കൊണ്ട്
ഒരു കാര്യം ഇല്ല. എല്ലാ ഭാഗത്തും കുഞ്ഞുമില്ലല്ലോ, ഇല്ല. അതിനർത്ഥം എന്താണ്? സ്ത്രീ പുരുഷന്മാരുടെ സമഗ്രമായി ഉണ്ടാകുന്നതാണ് കുഞ്ഞ്. ദൈവം പറയുക, ദൈവം തരുന്നതാണ് കുഞ്ഞെങ്കിൽ അത് ദൈവത്തിന്റെ കുഞ്ഞാണ്, ദൈവത്തിന് വേണ്ടിയാണ് വളർത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ സങ്കടത്തിന് ഉദാഹരണത്തിലാണ് നിങ്ങൾ ഇവിടെ പ്രേമിക്കുന്നതിലോ അറിയിക്കലോ ബന്ധത്തിലോ സൗഹൃദത്തിലോ എന്തായാലും വിവാഹിതരാണ് എല്ലാ സമൂഹത്തിലും ജനങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തവരികയാണ്. അവർ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളായ ഭാര്യാഭർത്താക്കന്മാരെക്കാൾ ദൈവം മൂല്യം കൽപ്പിക്കുന്നവരാണ് സ്ത്രീകളാണ്, പ്രവാചകന്മാരാണ്. പ്രവാചകന്മാർ മക്കളില്ലാത്ത ഭാര്യാഭർത്താക്കന്മാർ ഈ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരാണ്. എന്താണ് അവർ നടത്തുന്ന പ്രവചനം അറിയാമോ? വിവാഹിതരായി മക്കളില്ലാത്ത ഭാര്യാഭർത്താക്കന്മാർ നടത്തുന്ന പ്രവചനം ഇതാണ്: മക്കളുള്ള ഭാര്യാഭർത്താക്കന്മാരോട് ഇവർ പറയുകയാണ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ പരിശ്രമപരമായി ഉണ്ടായതല്ല ഈ കുഞ്ഞുങ്ങൾ. നിങ്ങളുടെ പരിശ്രമമായി കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഞങ്ങളുടെ പരിശ്രമമായി കുഞ്ഞുങ്ങൾ ഉണ്ടാകും ഇല്ലല്ലോ. അതെ, ദൈവനാമമാണ് ഈ പ്രവചനം നടത്തുന്നത്. അതുകൊണ്ട് മക്കളില്ലാത്ത ഭാര്യാഭർത്താക്കന്മാർ പ്രവാചക ദൗത്യം ഈ കാലഘട്ടത്തിൽ നിർത്തിയിരിക്കുന്നു. മക്കളുള്ള ഭാര്യാഭർത്താക്കന്മാർ പറയുന്നു, ദൈവത്തിന്റെ കുഞ്ഞാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, ചുമ്മാ കളിക്കരുത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെതായി വളർത്തുകയാണ് ആ ഉത്തരവാദിത്വം മാതാപിതാക്കളെ നിങ്ങൾക്കുണ്ട്. കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ പദ്ധതിയിൽ ഈ മാതാപിതാക്കളുടെ മകനോ മകളോ ആകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ഒരു കത്തോലിക്ക സഭയിൽ വിവാഹ ഉദാശയിലൂടെ നടത്തിയ ഭാര്യാഭർത്താക്കന്മാരുടെ മകനോ മകളോ ദൈവത്തിന് പദ്ധതി അപ്പോൾ കത്തോലിക്ക സഭയിൽ വിവാഹ ഉദാശയിലൂടെ ഭാര്യാഭർത്താക്കന്മാരായ ദമ്പതികളുടെ മകനോ മകളോ ആയെങ്കിൽ ദൈവപദ്ധതിയിലാണ്. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസത്തിൽ മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ പങ്കുവെച്ച് ജീവിക്കുവാനുള്ള ദൗത്യം നിങ്ങളോട് മാറ്റുന്നില്ല. ഈ കാലഘട്ടത്തിൽ പറഞ്ഞ ജീവിക്കുവാനുള്ള സംഭവമില്ലേ? ഏത് സ്ത്രീ എവിടെയും ജീവിക്കാൻ ദൈവം. പക്ഷേ നമ്മുടെ ബൈബിളിൽ അതില്ല, യേശുവിൽ അതില്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വിരുദ്ധമായ മക്കളെ നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൽ ക്രമയില്ല. മക്കളെ ചെറിയ ചിന്ത പറഞ്ഞാൽ, അതായത് നമ്മുടെയൊക്കെ വിചാരം എനിക്ക് വേണ്ടി തീരുമാനമെടുക്കണമെന്നാണല്ലോ. നമ്മൾ എന്താ എന്റെ ഇഷ്ടം എനിക്ക് അറിയാമോ? അപ്പൊ ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം, ഞാൻ എങ്ങനെ മുടി വെക്കണം, ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം, ഞാൻ എവിടെ യാത്ര ചെയ്യണം, എവിടെ പഠിക്കണം, എവിടെ ജോലി ചെയ്യണം, എന്ത് രാജ്യത്ത് പോകണം, ഇതെല്ലാം ഞാൻ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഈ പ്രായത്തിൽ നമുക്കത് അറിയില്ല, ഉദ്ദേശം വേണം. അപ്പോ ഞാൻ എന്ത് പഠിക്കണം, എന്ത് ധരിക്കണം, എങ്ങനെ പഠിക്കണം, ഇങ്ങനെ പലതരത്തിൽ പറയുന്നുണ്ട്. നാളെ മുസ്ലിം കെട്ടിയാൽ പോലെ, ഹിന്ദു കെട്ടിയാൽ പോലെ, ഇവിടെ പോയാൽ പോലെ, ഞാൻ കണ്ട ഘട്ടങ്ങളിൽ ഞാൻ പെട്ടെന്ന് എന്റെ അഭിരുചിക്ക് എന്റെ സ്വഭാവത്തിൽ ചേർന്നതിലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഇതാണ്, എന്താ വേണം, എനിക്ക് ഇഷ്ടപ്പെട്ട മതം ഇതാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു മാതൃകത്തിൽ ഉത്തരം കൊടുക്കാൻ ബാക്കിയില്ല. അതായത് വസ്ത്രം തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യപ്പെടുന്നുണ്ട്, പെണ്ണിനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യപ്പെടുന്നുണ്ട്, ജോലി തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യപ്പെടുന്നുണ്ട്, എല്ലാത്തിനും സ്വാതന്ത്ര്യപ്പെടുന്നുണ്ട്. ഇതിന്റെ അപ്പനെ അമ്മയും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. നിന്റെ അപ്പനും അമ്മയും ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ദൈവം ചില മേഖലകളിൽ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല. ഈ അപ്പന്റെ അമ്മയുടെ മകനോ മകളോ ആയിരിക്കണം ദൈവത്തിന്റെ തീരുമാനമാണ്. അപ്പോൾ ദൈവത്തിന്റെ തീരുമാനം നടപ്പാക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട്. ദൈവത്തിന്റെ തീരുമാനം നടപ്പാക്കേണ്ട ഘട്ടങ്ങളുണ്ട്. വിശ്വാസവും പ്രാർത്ഥനയും കാര്യങ്ങളും ജീവിതചര്യയും എല്ലാമായി ജീവിതത്തെ നോക്കുമ്പോൾ മാതാപിതാക്കളുടെ അനുഗ്രഹവും ആശീർവാദവും ഇല്ലാത്ത ഏത് തീരുമാനത്തിലും ദൈവത്തിന്റെ ആശീർവാദമില്ല. മാതാപിതാക്കളെ വെറുപ്പിച്ച് ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയാൽ ദൈവത്തെ വെറുപ്പിച്ച് തീരുമാനത്തിലെത്തുന്നവരാണ്. അപ്പൊ നിങ്ങൾ ലോകത്തെ പല ചിന്താഗതികളും പക്ഷേ അടിസ്ഥാനമായി
നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു പ്രേമം സാമാന്യമാണല്ലോ. അപ്പോൾ പ്രേമത്തിൽ വന്നിരിക്കണം അല്ലേ? അറിയില്ല ഈ ഒരു ചിന്ത എപ്പോഴാണ്, അതായത് ഈ ബന്ധം മുന്നോട്ട് പോയാൽ എനിക്ക് പരിശുദ്ധോപാധം നഷ്ടപ്പെടുന്നു. പരിശുദ്ധോപാധം നഷ്ടപ്പെടുന്ന ഒരു വിവാഹം എന്റെ ആയുസ്സിൽ ഞാൻ സമ്മതിക്കില്ല. പരിശുദ്ധവും കല്യാണിച്ചു ഈശോയെ വേണ്ടെന്ന് വെച്ച ഒരു പെണ്ണിന്റെ കാര്യം ഞാൻ പിടിക്കില്ല, ഈശോയെ വേണ്ടെന്ന് വെച്ച ഒരു പുരുഷന്റെ കാര്യം ഞാൻ പിടിക്കില്ല. ഈ ഒരു ധാരണ ഏത് ബന്ധം ആലോചിക്കുമ്പോഴാണ് പ്രേമമൊക്കെ ഉടനെടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഇത് മുന്നോട്ട് പോയാൽ പരിശുദ്ധവുമാണ് നഷ്ടപ്പെടുമോ, ഭൂതാശങ്ങളുടെ വിവാഹം നഷ്ടപ്പെടുമോ എങ്കിൽ വേണം. അപ്പോൾ ആദ്യം മറ്റു മതമൊക്കെ ശ്രമത്തിലാകാൻ ധാരണ ഉണ്ടാകാം. എന്റെ വിശ്വാസത്തോട് ചേർന്ന് പരിശുദ്ധ കുർബാനയുമായി മുന്നോട്ട് പോകാൻ പറ്റുമോ എങ്കിൽ കൂടിക്കോ, അല്ലെങ്കിൽ വേറെ അതൊക്കെ അവസാനമാക്കുമ്പോൾ നിൽക്കണമെന്നോ. ദൈവം സ്വന്തത്തിൽ കഴിഞ്ഞു, ദൈവം സ്വന്തത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞു